ഹായ് ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ടോപ്പിക്ക് വിസ്തരിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. തമ്മിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ടാവും. അത് തന്നെയാണ് സംഗതി. നമ്മളെ രാവിലത്തെ ആ ഒരു ക്വിക്ക് ക്ലീനിങ്ങിൻ്റെ റൊട്ടീൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വലിയ റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളോ ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. പക്ഷേ ഒരാൾ ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടൂലേ? അങ്ങനത്തെ ഒരു വീഡിയോ ആണ്, ഒരു കട്ട ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ ആയിരിക്കും നമ്മളെ ഇന്നത്തെ വീഡിയോ. രാവിലെ തന്നെ നമുക്ക് എങ്ങനെ ചിട്ടയായിട്ട് നമ്മളെ വീടൊക്കെ ഒതുക്കി വൃത്തിയാക്കി വെക്കുക, ശീലങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. സംഗതി ഇപ്പം നമ്മൾ രാവിലത്തെ ആ ഒരു ക്ലീനിങ്ങിനെ പറ്റിയാണ് പറയണമെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ തലേ ദിവസം തന്നെ ഒരു ദിവസം തുടങ്ങാന്ന് പറയുന്നത് തലേന്ന് മുതലാണെന്ന് പറയില്ലേ. തലേ ദിവസം തന്നെ നമ്മൾ വീടൊക്കെ ഒരുക്കി എന്താ പറയുക എടുത്തു വെക്കേണ്ട സാധനങ്ങളൊക്കെ അതിൻ്റെതായ സ്ഥാനത്തേക്ക് എടുത്ത് വെച്ച് വീടൊക്കെ ഒന്ന് ഒരുക്കിയിടും അല്ലേ. പ്രത്യേകിച്ച് അടുക്കളയൊക്കെ ഇതുപോലെ നല്ല നീറ്റാക്കിയിട്ടാണ് നമ്മളെല്ലാവരും കിടക്കുക. അങ്ങനെ ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ആവട്ടെ, നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ശീലം ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. തലേ തന്നെ നമ്മൾ വീടൊക്കെ ഒന്ന് ഒരുക്കി വെച്ച് വീടൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട്, അതുപോലെ തന്നെ അടുക്കളയിൽ ആ ഒരു സിങ്കിൽ ഇങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ കുഞ്ഞുകൂടി കിടക്കണതൊക്കെ ഒഴിവാക്കി സിങ്കൊക്കെ ഒന്ന് കാലിയാക്കിയിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ അടുത്തൊരു ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പം ഇങ്ങനെ വൃത്തിയായി കിടക്കുന്ന വീട് കാണുമ്പം തന്നെ നമുക്കൊരു ഉഷാറാണല്ലേ. ആ ഒരു പോസിറ്റിവിറ്റി തന്നെ നമുക്ക് ആ ഒരു ദിവസം തുടങ്ങാൻ പറ്റും. നല്ല പ്രൊഡക്റ്റീവായിട്ട് ആ ഒരു ദിവസം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ന്യൂ സ്റ്റാർട്ട് എന്ന് പറയുന്നത് അത് നല്ല പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ നല്ല മൈൻഡോട് കൂടി ഫ്രഷ് ആയിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു എനർജി, ആ ഒരു പോസിറ്റീവ് എനർജി ആ ഒരു ദിവസം മൊത്തം നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളധികം വീട്ടമ്മമാർ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ അധികം സമയം ചിലവഴിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ അടുക്കളയായിരിക്കും അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, അതിൻ്റെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പാത്രങ്ങൾ കഴുകുക, അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിച്ച കാര്യങ്ങൾ കഴുകാനുണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴത്തേക്ക് അത് റെഡിയാക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ അക്ഷയപാത്രം പോലെ നമുക്ക് സിങ്ക് ഉണ്ടാകുമ്പോൾ അതിലേക്ക് ഇങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക, പിന്നെയും വൃത്തിയാക്കുക, അതിൻ്റെ ഇടയ്ക്ക് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിടണം, അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് സ്റ്റവ് തുടയ്ക്കണം. അങ്ങനെയായിട്ട് ഈ കുക്കിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പണികൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലാസ്റ്റിലുള്ള ആ ഒരു ക്ലീനിങ് എന്നുള്ള പരിപാടി കുറച്ചൊന്ന് ആ ഒരു ഈസി ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, ഈ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ വേഗം അങ്ങോട്ട് തിരിച്ച് വെക്കാം. അല്ലാണ്ട് അതിങ്ങനെ കൗണ്ടർ ടോപ്പുമ്മൽ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ കൗണ്ടർ ടോപ്പുമ്മൽ നിരത്തി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ എടുത്ത് വെക്കുക എന്ന് പറയുന്നത് ഒന്നേന്ന് മുതൽ നമ്മൾ തുടങ്ങണം, അടുക്കള അറേഞ്ച് ചെയ്ത് തുടങ്ങണം അതേ പരുവത്തിൽ തന്നെയാവും. ആ ഒരു എഫേർട്ടിന് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ അത് ചെയ്യാണ്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കാം. ഈ കുക്ക് ചെയ്യണ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പാത്രങ്ങളെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഒന്നാമത് ഞാൻ പാത്രം കഴുകാൻ മടിച്ചായതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ചെയ്യണ അല്ലെങ്കിൽ ഞാൻ സൂക്ഷിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പാത്രം തന്നെ അടുത്ത കുക്കിങ്ങിന് വേണ്ടി റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വേഗം ആ പാത്രം തന്നെ കഴുകി എടുത്തിട്ട് അടുത്ത ആ ഒരു കുക്കിങ്ങിന് വേണ്ടി എടുക്കുക എന്നുള്ളത്. അല്ലാണ്ട് ആ ഒരു കുക്കിങ് കഴിഞ്ഞ് ആ പാത്രം സിങ്കിലേക്ക് അവിടേക്ക് അങ്ങോട്ട് ഇടും, പിന്നെ അത് തിരിഞ്ഞു നോക്കൂല, ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നെ നമ്മളെ ഈ കബോർഡിലുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ കാലിയാവാൻ തുടങ്ങും. അതിനനുസരിച്ച് എന്താവും, സിങ്കിൽ പാത്രങ്ങൾ നിറയാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ഇതൊക്കെ വേറെ ആരും വന്ന് കഴുകി തരാനല്ലേ, നമ്മൾ തന്നെ കഴുകി റെഡിയാക്കി എടുത്ത് വെക്കണ്ടേ. അപ്പോൾ അത് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുക്ക് ചെയ്ത പാത്രങ്ങൾ പിന്നെയും കുക്ക് ചെയ്യണ സമയത്ത് അത് റീയൂസ് ചെയ്ത് ഉപയോഗിക്കുക, വേഗം തന്നെ കഴുകി പിന്നെയും അത് റീയൂസ് ചെയ്യുക എന്നുള്ളതാണ്. വേറെ പുതിയ പാത്രം എടുക്കുന്നതിന് പകരം ആ ഒരു പാത്രം തന്നെ റീയൂസ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പം നമുക്ക് പാത്രം കഴുകുന്ന കാര്യത്തിൽ കുറേ അധികം നമുക്ക് പാത്രം കഴുകാൻ മടിച്ചുകൾ എന്നെപ്പോലെ, പ്രത്യേകിച്ച് എന്നെപ്പോലെ മടിച്ചുകളാണെന്നുണ്ടെങ്കിൽ കുറേ ആ പണി കുറേ ഒന്ന് ഒഴിഞ്ഞു കിട്ടും. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമുണ്ട്, ഒരു 3/4 ഭാഗം പണിയും തീർന്ന പോലെയാണ്. ക്ലീനിങ് പിന്നെ എനിക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷേ ചില ആൾക്കാർക്ക് നേരെ തിരിച്ചായിരിക്കും അല്ലേ. ചില ആൾക്കാർക്ക് കുക്കിംഗ് സിമ്പിളായിരിക്കും, വേഗം ചെയ്ത് തീർക്കാൻ പറ്റുന്ന പോലെ തോന്നും. ക്ലീനിങ്ങിനാണ് കുറച്ചധികം ടൈം എടുക്കാം. അപ്പോൾ അത് ഓരോരുത്തർക്ക് ഓരോ തരത്തിലായിരിക്കില്ലേ. അപ്പോൾ എൻ്റെ കാര്യം ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഈ ക്ലീനിങ് ഈസിയാണ്, കുക്കിങ്ങിൻ്റെ കാര്യങ്ങളാണ് കുറച്ചൊന്ന് എല്ലാം ഒന്ന് ഒതുക്കി വരണമെങ്കിൽ കുറച്ചൊരു ടൈം എടുക്കുക. ഈ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ഉച്ചവരെയുള്ള കുക്കിങ്ങിൻ്റെ കാര്യങ്ങളും രാവിലത്തേക്കുള്ള പുട്ടും കടല ഫ്രൈയും ആണ്. പിന്നെ മീൻകറി ഉണ്ട്, വേണ്ടവർക്ക് കടല ഫ്രൈൻ്റെ കൂടെ മീൻകറി വേണമെന്നുണ്ടെങ്കിൽ പുട്ടും മീൻകറിയും കടല ഫ്രൈയും കഴിക്കാം. അപ്പോൾ ഉച്ചക്കത്തേക്ക് ചോറും റെഡിയായി, മീൻകറി ഉണ്ട്, അതുപോലെ തന്നെ മീൻ പൊരിച്ച്, പിന്നെ ഉപ്പേരി ഉണ്ട്. അങ്ങനെ
അപ്പോൾ എന്തായാലും അതുകൊണ്ട് അങ്ങനെ എല്ലാം കൂടി ആയിട്ട് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി, കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ, നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പാത്രം കഴുകണ ചടങ്ങാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇടക്കിടക്ക് ഇങ്ങനെ കഴുകിയെടുക്കുന്നതിനെ കൊണ്ട് കുറേ അധികം പാത്രങ്ങൾ എനിക്ക് കഴുകാനുണ്ടാവില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താക്കും, പിന്നത്തേക്കെന്ന് പറഞ്ഞ് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുക. അതാണ് എൻ്റെ ഒരു പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെക്കണതിനെ കൊണ്ട് ലാസ്റ്റ് കുറച്ച് പാത്രങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി കഴുകി സിങ്ക് അതുകൊണ്ട് വൃത്തിയാക്കിയിട്ട് പിന്നെയുള്ള പരിപാടി എന്താണ്, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് തുടച്ചെടുക്കാം. ഉച്ചവരെയുള്ള കുക്കിംഗ് കഴിഞ്ഞല്ലോ. ഇനിയിപ്പം ഒരു വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരാനുള്ള ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് ഈവനിങ് സ്നാക്സിനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ റെഡിയാക്കാനാണ് അടുക്കളയിലേക്ക് വരിക. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി മേശമേൽ വെച്ച് കഴിഞ്ഞാൽ അതും കഴിച്ച് പാത്രം കഴുകി വെക്കണ പരിപാടിയേ ഉള്ളൂ ഉച്ചക്കത്തെ കാര്യത്തിലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ കുക്കിങ്ങിൻ്റെ ആ ഒരു കാര്യം കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം വൈകുന്നേരം ആ ഒരു സമയത്ത് തന്നെ രാത്രിത്തേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കും. അല്ലെങ്കിൽ രാത്രി വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് രാത്രിത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കട്ടെ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ആ ഒരു അടുക്കളയിലുള്ള ആ ഒരു ടൈം ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പ് അങ്ങോട്ട് തുടച്ചിടും, പിന്നെ ഗ്യാസ് സ്റ്റവ് അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയിടും കേട്ടോ. അപ്പം അടുക്കളയിലുള്ള പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് അടുക്കളയും ക്ലീനായി. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് അല്ലറ ചില്ലറ പണികളുണ്ടാവില്ലേ, ഈ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ ചിലപ്പം ഇപ്പോൾ ഈ പല്ല് വെക്കുന്ന സമയത്ത് അതിനൊക്കെ മാക്സിമം ഇപ്പോൾ ഈ വാഷ് ബേസിൻ കഴുകണം എന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 5 മിനിറ്റ് ധാരാളമാണല്ലേ. ഡീപ്പ് ക്ലീനിങ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്ഥിരമായിട്ട് എന്നും കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് വലിയൊരു കഷ്ടപ്പാടില്ലാണ്ട് അത് തീർക്കാൻ പറ്റും, ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്നും ഇതുപോലെ ഒരു 5 മിനിറ്റ് എടുത്തിട്ട് അതിപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിലും വേഗം ആ ഒരു സ്ക്രബ്ബർ നമുക്ക് അത് കഴുകാനുള്ള ആ ഒരു ഏരിയ വൃത്തിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ കയ്യെത്തുന്ന ദൂരത്ത് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതെടുത്ത് കൊണ്ടുവരണമല്ലോ, ഇനിയിപ്പോൾ സ്ക്രബ്ബർ എവിടെയാണെന്ന് തിരയണമല്ലോ, അന്ന് അവിടെ കെട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ള ആ ഒരു മൈൻഡിലേക്ക് പോകും. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട ആ ഒരു സ്ഥിതിയിലേക്ക് പോകും. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കൈ എത്തുന്ന തരത്തിൽ ആ ഒരു ഏരിയ വൃത്തിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പം വാഷ് ബേസിൻ്റെ അടിയിലായിട്ട് കണ്ട ഒരു യെല്ലോ ഹോൾഡർ പോലത്തത് അത് അവിടെ വെച്ചിട്ട് അതിലാണ് ഈ ഈ വാഷ് ബേസിൻ കഴുകാനുള്ള ആ ഒരു സ്ക്രബ്ബറും ബ്രഷൊക്കെ ഇട്ട് വെക്കാം. പൈപ്പ് കഴുകാനുള്ള ബ്രഷും വാഷ് ബേസിൻ കഴുകാനുള്ള സ്ക്രബ്ബറും അതിലിട്ട് വെക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വിചാരിക്കുമ്പോൾ ഒന്ന് അതിൽ പാസ് ചെയ്യുമ്പോൾ ഇന്ന് വാഷ് ബേസിൻ ക്ലീൻ ആക്കിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് നമുക്കൊരു 5 മിനിറ്റ് എടുത്തിട്ട് വേഗം ക്ലീൻ ചെയ്തിടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ ബാത്റൂമും അങ്ങോട്ട് ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അതും അവിടെ വൃത്തിയായി നിൽക്കും. ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് സ്ഥിരമായിട്ട് എന്നും ചെയ്യണ കാര്യം ഡീപ്പ് ക്ലീൻ ചെയ്യണ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മളെ ഡെയിലി ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനത്തെ ഒരു റോൾ നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു 50 ഷീറ്റിൻ്റെ റോളാണ് കേട്ടോ. ഇത് നമുക്ക് റീയൂസബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റോൾ നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്ലീനിങ്ങിൻ്റെ പെട്ടെന്ന് പൊടി പിടിക്കുന്ന ഏരിയ, അതുപോലെ തന്നെ മിററൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനത്തെ റോള് ഷീറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ആ ഒരു ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് വേഗം ക്ലീൻ ചെയ്യാം. അപ്പം തുണി എടുക്കാൻ പോയാനോ അല്ലെങ്കിൽ എന്നാൽ പിന്നെ അവിടെ കട്ടെ ആ തുണീനിപ്പം എടുത്ത് കൊണ്ടുവന്നത് ക്ലീൻ ചെയ്യേണ്ട അങ്ങനത്തെ ആ ഒരു മടി പിടിച്ച പരിപാടി ഉണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് വിചാരിച്ച സമയത്ത് പൊടിയാണെന്ന് കാണുന്ന സമയത്ത് നമുക്ക് വേഗം തുടച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു റോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി വലിപ്പമുള്ള, കുറച്ചും കൂടി തിക്നെസ് ഉള്ള, നല്ലൊരു കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഞാൻ വാങ്ങിയിട്ട്. അപ്പോൾ അത് ഞാൻ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും അടുക്കളയിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഡൈനിങ് ടേബിൾ തുടയ്ക്കാൻ, കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനൊക്കെ ആയിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു റോള് നമുക്ക് ഇതുപോലെ ഇങ്ങനത്തെ ഷീറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ പൊടി പിടിക്കുന്ന TV സ്റ്റാൻഡ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് അവിടെ തുടച്ച് വൃത്തിയാക്കണം എന്ന് വിചാരിക്കണമെങ്കിൽ പൊടി കുറച്ച് അധികം ഉണ്ടെന്ന് തോന്നുന്നത് ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ക്ലീൻ ആക്കാൻ വേണ്ടി പറ്റും. പിന്നെ പെട്ടെന്ന് വൃത്തികേടാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഡൈനിങ് ടേബിളിൻ്റെ ഏരിയ ആണ്. അവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല അല്ലേ. ഓരോരുത്തർക്ക് എന്തെങ്കിലും സാധനം എടുത്തു കഴിഞ്ഞാൽ അത് എടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കണം മടിച്ചിട്ട് ഇതുപോലെ ഡൈനിങ് ടേബിൾ ഇങ്ങനെ വിസ്തരിച്ച് കിടക്കണത് കാണുമ്പോൾ നേരെ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കും. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ മാത്രം വിചാരിച്ചാൽ നമ്മളെ വീട് ഇങ്ങനെ വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല. നമ്മളെ ഫാമിലിയിലുള്ള ബാക്കി എല്ലാവരും വിചാരിച്ചാൽ മാത്രമേ നമ്മളെ വീട് ആ ഒരു വൃത്തിയിൽ നടക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരോടും കൂടി പറയുക. ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ സാധനങ്ങൾ വലിച്ചു വാരി ഇടരുത്. അത് സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികളോടാണെങ്കിലും ആ ഒരു കാര്യം പറഞ്ഞ് ശീലിപ്പിക്കുക. ഭക്ഷണം കഴിക്കേണ്ട ഏരിയ അത്രയും നല്ല രീതിയിൽ തന്നെ വൃത്തി തന്നെ സൂക്ഷിക്കുക.
പിന്നെയുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില വീട്ടിലൊക്കെ കാണാം ഇതുപോലെ കുറേ സാധനങ്ങൾ ഡെക്കോർ പീസ് കുത്തി നിറച്ച് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ അലങ്കരിച്ച് വെക്കണത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ഡെക്കോർ പീസ് ആണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗിയില്ലേ. അല്ലാണ്ട് നമ്മൾ വാങ്ങി അവിടെ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ അത് തിരിഞ്ഞു നോക്കാണ്ട് പൊടി പിടിച്ച് അവിടെ കിടന്നു കഴിഞ്ഞാൽ അത് വെക്കാത്തതാണ് എന്തുകൊണ്ടും നല്ലത്. അത് വെച്ച് അങ്ങനെ വൃത്തികേടാക്കണേനേക്കാളും നല്ലത് വെക്കാത്തതാണല്ലേ. അപ്പോൾ ആ ഒരു കാര്യം പോലെ തന്നെയാണ് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കുറേ കാര്യങ്ങൾ കുത്തി നിറച്ച് വെക്കാണ്ട് മിനിമലായിട്ട് ഡൈനിങ് ടേബിൾ കൊണ്ടുനടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് വൃത്തിയാക്കേണ്ട കാര്യത്തിലാണെങ്കിലും വേഗം ആ ഒരു വൃത്തിയാക്കിയിടാൻ വേണ്ടി വേഗം കഴിയും. അടുത്തൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കുന്ന കാര്യം. അപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസമാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കൽ. അപ്പോൾ ചില ആൾക്കാർ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഒക്കെ മാറ്റി വിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഒരാഴ്ചയിൽ കൂടുതൽ ബെഡ്ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ വൃത്തികേടായിട്ടില്ലേ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരാഴ്ചയിൽ കൂടുതൽ ബെഡ്ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു സ്മെല്ല് നമ്മൾ ആ ഒരു കിടക്കുന്ന ആ ഒരു സ്ഥലമല്ലേ, അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മളെ റൂമിലേക്ക് കയറുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. പക്ഷേ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ ശരിക്കും ആ ഒരു സ്മെല്ല് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധിക സമയം ആ ഒരു ശരിക്കും ആ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് നമുക്ക് ആ കൃത്യമായിട്ട് ബെഡ്ഷീറ്റ് അലക്കാനും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് ഇപ്പം ഇന്ന് ആകെ 2 ദിവസമായിട്ടുള്ളൂ വിരിച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്താ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് അവിടെ ഇവിടെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ്, പക്ഷേ അവിടെ ഇവിടെ എത്താത്തൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇത് കുറച്ച് വലിപ്പമുള്ള കട്ടിലായതുകൊണ്ട് ഇതിന് അങ്ങനെ അങ്ങോട്ട് ഫിറ്റായിട്ട് നിൽക്കില്ല ഈ ഒരു ബെഡ്ഷീറ്റ്. അപ്പോൾ അത് ഏട്ടന് തീരെ ഇഷ്ടമുള്ളത് വിരിക്കണം, പക്ഷെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനതിങ്ങനെ ഇടയ്ക്കെടുത്ത് വിരിക്കും. അപ്പോൾ ഇന്നലെ എന്നോട് 2 ദിവസമായി എന്നോട് പറയണേ. അപ്പോൾ ഇന്നലെ പറഞ്ഞ് നാളത്തേക്ക് എന്തായാലും ബെഡ്ഷീറ്റ് മാറ്റണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ നല്ല അടിപൊളി വൈറ്റിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ. അങ്ങനെ വൈറ്റ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അടിപൊളിയായി സുന്ദരക്കുട്ടപ്പനാക്കി വെച്ചിരിക്കണ്. പിന്നെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇതിപ്പോൾ എന്താ പറയുക ബെഡ്ഷീറ്റ് തട്ടിക്കുടഞ്ഞ് വിരിക്കുക ആ ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും, പക്ഷേ ഈ ബെഡ് മേക്കിംഗ് എന്ന് പറയുന്നതിൽ കുറേ സൈക്കോളജിക്കലിയും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ആ ഒരു ബെഡ് മേക്കിംഗ് ഒക്കെ കഴിയുന്ന സമയത്ത് നമ്മളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ദിവസം മൊത്തം ആ ഒരു എനർജി കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണെന്നൊക്കെയാണ് ആര് പറയണത്, ബുദ്ധിയുള്ള സൈക്കോളജിക്കലി കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്കാർ പറയണത്. അത് ഞാൻ ഈ അടുത്താണ് കേട്ടോ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ആ ഒരു കാര്യം എനിക്ക് കിട്ടിയത്. അപ്പോൾ എങ്ങനെ എന്തായാലും ഇതാ രാവിലെ തന്നെ ആ ഒരു ബെഡ് മേക്കിംഗ് ഒക്കെ കഴിഞ്ഞ് റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോഴുള്ള പരിപാടി എന്താണ്, അടിച്ചു വാരാം. അപ്പോൾ അതൊക്കെ ഒന്ന് ആ ഒരു രാവിലത്തെ ആ ഒരു അടിച്ചു വാരലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീറ്റായി നമ്മളെ ചുറ്റുള്ള കാര്യങ്ങളൊക്കെ നീറ്റായി കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജിയാണല്ലേ. അപ്പോൾ അതിന് മുമ്പേ അടിച്ച് വാരുന്നതിന് മുമ്പേ ഞാൻ വിചാരിച്ച് തിരുമ്പാനുള്ളതൊക്കെ അവിടെ മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടുന്ന് അതിൻ്റെ പണി എടുത്തോളല്ലോ, നമ്മൾ അതിൻ്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മൾ അടിച്ച് വാരലും കഴിയും. അപ്പോഴത്തേക്ക് തിരുമ്പിയൊക്കെ റെഡിയാക്കി ഇതും കൂടി തന്നു കഴിഞ്ഞാൽ നമുക്ക് മേലെ കൊണ്ടേ അങ്ങോട്ട് ആറിയിട്ടാൽ കംപ്ലീറ്റ് ഇന്നത്തെ ക്ലീനിങ്ങിൻ്റെ രാവിലത്തെ ആ ഒരു ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. അപ്പം മിഷീൻ്റെ റിവ്യൂ അഭി പറയണേന്ന് പറഞ്ഞതിന് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വേൾപൂളിൻ്റെ ഈ ഒരു മെഷീനാണ് കേട്ടോ വാങ്ങിയത്. 7.5 ലിറ്ററിൻ്റെ മെഷീനാണ്. 7.5 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഇത് സംഗതി അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി മെഷീൻ്റെ വർക്കിംഗ്. പിന്നെ പുതിയതാവുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, അതിൻ്റേതായത് കാണിക്കും. കുറച്ചങ്ങോട്ട് പഴയതാവുമ്പോഴത്തേക്കാണ് കാര്യങ്ങളൊക്കെ നമ്മളെ കൈവിട്ട് പോണ പോലെ തോന്നുന്നത്. പിന്നെ നമ്മൾ കല്ലുമ്മലേക്ക് പോകേണ്ട അവസ്ഥ, തിരുമ്പാ കല്ലുമ്മലേക്ക് പോകേണ്ട അവസ്ഥ വരാം. പിന്നെ ഞാൻ യൂണിഫോമും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല കേട്ടോ. അത് കല്ലിൽ തന്നെയാണ് അലക്കൽ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലിട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ അലക്കൽ. പിന്നെ നമ്മൾ ആദ്യത്തെ മെഷീനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ നമ്മളെ സോക്ക് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനും ഉണ്ട്. പിന്നെ ഇതുപോലെ ഒരു ലിൻറ്റ് കളക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒഴിവാക്കാണ്ട് ഇട്ടതാണ്. ഇതുപോലെ നൂലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഇതിൽ കളക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇത് നമുക്ക് എടുത്തിങ്ങനെ ഒഴിവാക്കാം, അങ്ങനെയാണ്. അപ്പോൾ അത് എനിക്ക് നല്ല ഇതായിട്ട് തോന്നി. അധികം ഇങ്ങനെ കച്ചറയായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ സ്റ്റക്ക് ആവണ ആ ഒരു ഇത് വരില്ലല്ലോ ഇങ്ങനെ ഒന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ തോന്നി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു വാഷ് കൂടി കഴിഞ്ഞിട്ട് അത് എടുത്ത് ഒഴിവാക്കാം. അപ്പോൾ അങ്ങനെ ഒരു സംഗതി കൂടിയാണ്. അങ്ങനത്തെ 2 ഓപ്ഷനും കൂടിയാണ് ഇതിൽ കൂടുതലായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ കോളറൊക്കെ ഒന്നും കൂടി വൃത്തിയാവാൻ വേണ്ടിയിട്ടുള്ള 2 ഇതുപോലത്തെ ഒരു ബുഷ് പോലത്തെ ആ ഒരു സർക്കിളിലുള്ള ആ ഒരു ബ്രഷ് പോലത്തെ സാധനം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അധികമായിട്ട് പഴയതിനേക്കാൾ അധികമായിട്ട് എനിക്ക് തോന്നിയത്. എന്തുകൊണ്ട് എനിക്ക് നല്ല ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ മോഡലാണെങ്കിൽ കാണാനും നല്ലൊരു രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ കാണാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് കുറേ മെഷീനൊക്കെ കണ്ട് കുറേ ഉപയോഗിച്ച ആളെപ്പോലെയാണ് പറയണത്. എന്നാലും കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു ലുക്കൊക്കെ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ വെച്ചത് മെഷീൻ. സ്വിച്ച് അങ്ങ് അകത്ത് കുത്തണം, എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ട് അങ്ങ് അകത്ത് കുത്തണം. പിന്നെ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെയൊക്കെയാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോണത് പരിപാടി. അപ്പോൾ അതെന്തായാലും വർക്ക് ഏരിയൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പോൾ അതെന്തായാലും അവിടുന്ന് റെഡി ആവട്ടെ. അലക്കാനുള്ളതൊക്കെ അവിടെ ഇട്ട് കൊടുത്ത് അത് റെഡി ആയി കഴിഞ്ഞാൽ പിന്നത്തെ പരിപാടി എന്താ, അടിച്ച് വാരിയിടുക എന്നുള്ളതാണ്. മൊത്തത്തിലൊന്നും അങ്ങോട്ട് അടിച്ച് വാരിയിടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പേ നമ്മളെ പെറുക്കൽ പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പെറുക്കി ഓരോ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കാനുള്ള കുറേ കിരിപ്പിത്തിരി സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. കുട്ടികൾ സ്കൂളിൽ പോകുന്നതിൻ്റെ ആ ഒരു ജഗബോഗയിൽ ഉറപ്പായിട്ടും ഇങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ വാരി വലിച്ചിട്ടതുണ്ടാവും കേട്ടോ. നമ്മളെ വക വാരി വലിച്ചിട്ടതുണ്ടാവും, കുട്ടികളെ വക വാരി വലിച്ചിട്ടതുണ്ടാവും. അപ്പോൾ അതൊക്കെ ആദ്യം അങ്ങോട്ട് എടുത്ത് വെച്ച് ഒന്ന് അടുക്കി പെറുക്കി വെച്ചതിന് ശേഷം അങ്ങോട്ട് അടിച്ച് വാരിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഗതി സെറ്റായി. ഇന്നത്തെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ്, ഇന്നത്തെ രാവിലത്തെ ആ ഒരു ക്ലീനിങ് പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ് നമ്മളെ വീട് നല്ല രീതിയിൽ വൃത്തിയായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സമാധാനം സന്തോഷമൊക്കെയാണ് അല്ലേ. പിന്നെ നമ്മളെ ബാക്കിയുള്ള നമുക്ക് ചെയ്യാനുള്ള പണികളും കാര്യങ്ങളൊക്കെ നമുക്ക് സമാധാനത്തോടെ ഇരുന്ന് എടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ വീട് നല്ല വൃത്തിയാക്കി വെക്കുന്ന ദിവസം ഒന്നും ഒരു വിരുന്നുകാർ നമ്മളെ വീട്ടിലേക്ക് വരില്ല. നേരെ മറിച്ച് നമുക്ക് എന്തെങ്കിലും സമയമില്ലാണ്ട് അല്ലെങ്കിൽ നമുക്ക് വയ്യാണ്ടൊക്കെ ആയിട്ട് ഒരു അലങ്കോലമായിട്ടാണ് വീട് കിടക്കണമെന്നുണ്ടെങ്കിൽ അന്ന് ഉറപ്പായിട്ടും വിരുന്നുകാർ വരികയും ചെയ്യും. അങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഈ അടിച്ചു വാരുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു ട്രിക്കും കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു അടിച്ചു വാരൽ ഈസി ആവാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ചെയ്യേണ്ടത് നമ്മളെന്തായാലും ചെയ്യണം, എന്നാലും കുറച്ചും കൂടി ഒരു സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുക ഒരു ഓർഡർ ഉണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ലിവിങ് റൂമിൽ നിന്ന് അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് അടുക്കളയിലേക്ക് ലിവിങ് റൂം, 2 ബെഡ്റൂം, അടുക്കള, അങ്ങനെ ഒരു ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഡറിൽ തന്നെ എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്ത് അടിച്ചു വാരി ചെയ്ത് തീർക്കുന്ന ആ ഒരു ഫീല് കിട്ടും. പിന്നെ എപ്പോഴും ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഏറ്റവും മടിയുള്ള കാര്യം ആദ്യം ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളെ ഫസ്റ്റ് ആ ഒരു ഇനീഷ്യൽ എനർജിയിൽ നമ്മൾ ആ ഒരു കാര്യം പെട്ടെന്ന് ചെയ്ത് തീർക്കും. പിന്നെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിലേക്ക് ആ ഒരു മടിയുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ചെയ്യാന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാറ്റി വെക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും കേട്ടോ. ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അടുക്കളയാണ് ഞാൻ ആദ്യം വൃത്തിയാക്കിയിടുക. നമ്മളെ രാവിലത്തെ ആ ഒരു കുക്കിങ്ങും ജഗബോഗിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൃത്തികേടായി കിടക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ അടുക്കളയായിരിക്കും. അപ്പോൾ ആ ഒരു അടുക്കള ആദ്യം അങ്ങോട്ട് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, മനസ്സിൽ തോന്നുക ഈ ഒരു ഭാഗം ക്ലീൻ ആയില്ലേ, ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യം അത്ര വലിയ കുഴപ്പമില്ല, വേഗം കൊണ്ട് അടിച്ച് വാരിയിടുക. ആ ഒരു മൈൻഡിൽ വേഗം ബാക്കിയുള്ള കാര്യങ്ങളും കൂടി അങ്ങോട്ട് അടിച്ച് വാരിയിടും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് നേരെ തിരിച്ചാണ് മൈൻഡ് സെറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ചെയ്യൽ ആ ഒരു രീതിയിൽ ആ ഒരു ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഓർഡർ കീപ്പ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ക്ലീനിങ് എന്നുള്ള പരിപാടി തീർന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ രാവിലത്തെ ആ ഒരു ക്ലീനിങ് ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ നമുക്ക് പുതിയ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. പോണതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.